അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 2006 നടന്ന ഒരു യാത്രയെക്കുറിച്ച് ഞാൻ നേരത്തെ 2 തവണ പറഞ്ഞിരുന്നു. ആ യാത്രയുടെ 2ാം ഘട്ടം റമദാനിൻ്റെ 2 ദിവസം മുമ്പാണ് എന്ന് ഓർക്കുന്നു. കൃത്യമായ തീയതിയൊന്നും ഓർക്കുന്നില്ല. എവിടേക്കോ എഴുതി വെച്ചതും നഷ്ടപ്പെട്ടു. എൻ്റെ നോട്ട് പുസ്തകത്തിൽ അന്നത്തെ യാത്രയുടെ വിവരണം എഴുതി വച്ചിരുന്നു. പുസ്തകം എവിടെയോ നഷ്ടപ്പെട്ടു. ഏതായിരുന്നാലും വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ അയാളുടെ കൂടെ നിൽക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ വീട്ടിൽ നിന്നിറങ്ങി. ഈ ഒരു സംഭവം പറയുന്നതിൽ എന്താണ് ഒരു നേട്ടമുള്ളത് എന്ന് ആലോചിച്ച് ഏതായാലും അവസാനം ഒരു രസകരമായ ഒരു സംഭവം പലരോടും ഞാൻ പങ്കുവെച്ച ഒരു സംഭവം അത് ഇവിടെ പറയാമെന്ന് കരുതി. മറ്റു നേട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും വീട്ടിൽ നിന്നിറങ്ങി നേരെ പോയത് തലയാട്ടിലേക്കാണ്. കോഴിക്കോട് ജില്ലയിലെ തലയാട്. ഏത് വഴിക്ക് പോയി എന്ന് എനിക്കറിയില്ല. തലയാട്ടിക്കാൻ എത്തിയിട്ടുള്ളത് അവിടെ നമ്മളെ ഫഹദ് സഖാഫി പുറത്തിൽ, നമ്മുടെ ബുർദക്കാരൻ, ബുർദയും മാലയും മൗലിദൊക്കെ നല്ല ഈണത്തിൽ പാടി ആദ്യകാലത്തൊക്കെ നമ്മൾ അമാനി ഉസ്താദിന് ശേഷം സജീവമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബുർദ അവതരിപ്പിച്ചിരുന്ന വ്യക്തിത്വമാണ് ഫഹദ് സഖാഫ്. അദ്ദേഹം ജോലി ചെയ്യുന്ന പള്ളിയിലേക്കാണ് അന്ന് പോയത്. തലയാട് ഒരു പുതിയ പള്ളി, അതിൻ്റെ കുറച്ച് മുമ്പായിട്ടാണ് ആ പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അവിടെ കൂടി പിന്നെ ഒരു ദിവസമോ 2 ദിവസമോ അവിടെ താമസിച്ച് പിറ്റേന്ന് നേരെ കൊടകയിലേക്കാണ് പോയത്. ഏത് വഴിയാണ് പോയത് എന്ന് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. മടിക്കേരിയിൽ നിന്ന് കുറച്ചങ്ങോട്ട് പോയിട്ട് ഹാക്കത്തൂർ എന്ന സ്ഥലത്ത് എൻ്റെ കൂട്ടുകാരൻ ഹമീദ് അംജദി കുണ്ടങ്കേരി, അദ്ദേഹം ജോലി ചെയ്യുന്ന പള്ളിയിലേക്കാണ് പോയത്. അൽഹംദുലില്ലാഹ് ഒരു റമദാൻ അതിൻ്റെ നമ്മളെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്താൻ പറ്റിയ സുവർണ കാലഘട്ടം, സുവർണ വർഷമെന്ന് ആ വർഷത്തെ റമദാനെ കുറിച്ച് പറയാം. മറ്റു ചിന്തകളൊന്നുമില്ലാതെ നേരത്തെ ഞാൻ പറഞ്ഞ ഖുർആൻ ഹിഫ്ലാക്കിൽ അന്ന് 5 ജുസ് ഹിഫ്ലാക്കിയത് 10 ദിവസം കൊണ്ടല്ല. സത്യത്തിൽ റമദാൻ കഴിഞ്ഞപ്പോഴൊക്കെയാണ് 5 ജുസ് പൂർത്തിയാക്കിയത്. റമദാൻ ആകുമ്പോൾ കൂടുതൽ സമയമൊന്നും അങ്ങനെ പഠിക്കാതിരിക്കാൻ സാധിക്കില്ല. ഉറക്കം വരും, ക്ഷീണം ഉണ്ടാകും. ഏതായാലും പള്ളിയിൽ അങ്ങനെ കൂടുകയാണ്. എഴുത്തിക്കാഫ് പോയിട്ട് പള്ളിയിൽ ഇബാദത്ത് കൂടായിട്ട് അങ്ങനെ കൂടുക. വേറെ ചിന്തകളൊന്നുമില്ല. ജമാഅത്തിൽ പങ്കെടുക്കുക, ഖുർആൻ ഓതുക, ഹിഫ്ലാക്കുക. അങ്ങനെ നല്ല തണുപ്പല്ലേ കൊടകിൽ. ഒരു അസ്റായാൽ ശരീരത്തിന് ഉൾവശം തണുത്തു, പുറത്തും തണുപ്പ് വന്നു. വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഭയങ്കര പ്രയാസം തോന്നും. മഗ്‌രിബിക്ക് നോമ്പ് തുറന്നാൽ പിന്നെ വയറിൻ്റെ ഉൾവശം ചൂടായി. അപ്പോൾ ചെറിയ ആശ്വാസം ഉണ്ടാകും തണുപ്പിന്. കുളിക്കുന്നിടത്തൊക്കെ ഒരു അടുപ്പുണ്ടാവും. അവിടെ പള്ളികളിലൊക്കെ അടുപ്പിൽ വലിയ ചെമ്പുണ്ടാവും. ഈ ചെമ്പ് ചൂടാക്കി ചെമ്പിൽ വെള്ളം വെച്ച് ചൂടാക്കി ചൂടുള്ള വെള്ളം കൊണ്ട് കുളിക്കുക, അല്ലെങ്കിൽ തണുത്ത് വറക്കും വൈകുന്നേരം രാവിലേക്ക്. അങ്ങനെ റമദാൻ മുഴുവൻ അവിടെ കൂടി. കൊടകുകാര ഭക്ഷണം, നല്ല രസകരമായ കട്ടിപ്പത്തലില്ലാത്ത നമ്മുടെ നാട്ടിലുണ്ടല്ലേ, നാട്ടിലൊക്കെ കിട്ടുന്നുണ്ട് കട്ടിപ്പത്തിരി പറഞ്ഞിട്ട് സാധനം. പത്തൽ എന്നവർ പറയാൻ തോന്നുന്നുണ്ട്.
ഭക്ഷണം കൊണ്ടുവന്നൊരു കാക്കുണ്ടായിരുന്നു, ഈസ്റ്റ എന്ന് വിളിച്ചിരുന്നു. ച എന്ന് പറഞ്ഞാൽ കാസർഗോട്ടെ ഭാഷയാണത്. ഇക്കക്ക് ഇക്ക എന്നറിയും കോഴിക്കോട്ടെ, നമ്മൾ കാക്കു എന്ന് പറയും നമ്മുടെ മലപ്പുറത്തേര്. അപ്പോൾ അവർ ഇച്ച എന്നാണ് പറയുക. അപ്പോൾ യൂസുഫ് എന്നയാളുടെ പേര്. അപ്പം നമ്മൾ യൂസ് കാക്ക യൂസാക്കു എന്നൊക്കെ പറയില്ലേ, അതുപോലെ അവർ ഈസ്റ്റ, യൂസുഫ് ച, അത് ലോപിച്ചാണ് ഈസ്റ്റ. അള്ളാഹു എപ്പോഴും അയാൾ ജീവിച്ചിരിക്കുന്നുണ്ടോ അറിയില്ല. അള്ളാഹു അദ്ദേഹത്തിന് ജീവിച്ചിരിക്കേണ്ട നല്ല അഫിയത്തോടുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. മരിച്ചു പോയെങ്കിൽ അള്ളാഹു താല മഗ്ഫിറത്തും കൊടുക്കട്ടെ. അതാണ് ഈസ്റ്റ. ഒരുപാട് എല്ലാ ദിവസവും ഭക്ഷണം കൊണ്ടുവന്നിരുന്നു. നല്ല രുചികരമായ ഭക്ഷണം. അന്ന് ഭക്ഷണം നൽകിയ വീട്ടുകാർക്കും മകർമാർക്കൊക്കെ അള്ളാഹു വലിയ ബറക്കത്തും റഹ്മത്തും ഹിദായത്തും തൗഫീഖൊക്കെ ഏറ്റിക്കൊടുക്കട്ടെ, റാഹത്ത് നൽകട്ടെ.